തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാൻ 20 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ BMW ഒരു ബൈക്ക് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ വിറ്റിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനുള്ള ഫണ്ട് ആദ്യം ഞാൻ ചെലവഴിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യാൻ ഇവിടെ 2020 എന്റെ അടുത്ത് തൃക്കാക്കരയിലേക്ക് വരുന്ന സമയത്ത് എന്റെ അടുത്ത് പറഞ്ഞത് ഇവിടെ 18 കൗൺസിലർമാർ മത്സരിച്ചിട്ടുണ്ട്, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 15,000 വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഇവിടെ നമുക്കൊരു കൗൺസിലർ ജയിച്ചിട്ടുണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ മാധു, 2 പേരാണ് 2020 വേണ്ടി മത്സരിക്കാൻ തൃക്കാക്കരയിൽ എന്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നത് ആത്മാർത്ഥമായിട്ട്. പിന്നെ ഓഫീസിൽ നിന്നുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പലരും ചെയ്യുന്നെങ്കിലും പ്രവർത്തനത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 പേർ, ഒരു മണ്ഡലം ഓഫീസില്ല. അതായത് NDAക്ക് ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പോലും തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നില്ല. ഒറ്റയ്ക്ക് ഞാൻ കാട്ടിക്കൂട്ടിയ ബഹളങ്ങളാണ് യഥാർത്ഥത്തിൽ അന്നാ നടന്നത് മുഴുവൻ. ഈ തെരഞ്ഞെടുപ്പ് ചെലവിലുള്ള പണമൊന്നും 2020 തന്നില്ലേ? ഈ ബൈക്ക് വിറ്റ പണം മാത്രമാണോ ചെലവഴിച്ചത്? അല്ലല്ല, അതാ ഞാൻ പറഞ്ഞത്. അതായത് തുടക്കത്തിലെ കാര്യമാണ് പറഞ്ഞത്. കാര്യം ഒരു കാര്യങ്ങളും മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങിപ്പോയി. കാരണം ജീവിതം നശിക്കുന്നതും നാണക്കേടും എല്ലാം ഈ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയിലേക്കാണല്ലോ ചുരുങ്ങുന്നത്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തുടങ്ങിയതിന് ശേഷം ഞാൻ പുള്ളിക്ക് മെസ്സേജ് അയച്ചു, ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് ചെലവാക്കിയ പണമെങ്കിലും നിങ്ങൾ നൽകിയേ പറ്റൂ. അങ്ങനെ ഞാൻ, അതായത് വളരെ ചെറിയ പൈസകൾ മാത്രമേ നമ്മൾ തൃക്കാക്കര ചെലവഴിച്ചിട്ടുള്ളൂ. ആ ചെറിയ പൈസകൾ മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിഞ്ഞത് BJPയിൽ നിന്ന് വലിയൊരു ഫണ്ട് അതുപോലെ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൽ പല മണ്ഡലങ്ങളിലും. കാരണം 2020 സ്വന്തമായി പണം ചെലവഴിക്കുന്നുണ്ട്, BJP സഖ്യകക്ഷികൾക്ക് മത്സരിക്കാനുള്ള പണം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നിട്ടും സ്ഥാനാർത്ഥികളിലേക്ക് പണം എത്തിയില്ലേ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെ പറയേണ്ടി വന്നത് എന്റെ ഗതികേട് കൊണ്ടാണ്. കാരണം എവിടെ ചെന്നാലും നമ്മൾ കേൾക്കുന്ന പഴി ഇതാണ്. ഞാനായിക്കോട്ടെ, എന്റെ ബന്ധുക്കളായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എല്ലാ സ്ഥലത്തു നിന്നും കേൾക്കുന്നത് നമ്മൾക്ക് എന്തോ പണം നൽകിയത് കൊണ്ടാണ് നമ്മൾ 2020 വന്നത്. കൊട്ടാരക്കര സീറ്റിൽ മത്സരിച്ചാൽ ജയിക്കാനുള്ള ഒരു സാധ്യത എന്റെ മുന്നിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പാർട്ടി ചേർന്നത്. അല്ലാതെ തൃക്കാക്കര വന്ന് പണം പേടിച്ച് മത്സരിക്കാൻ വന്ന ഒരാളല്ല ഞാൻ. അപ്പം പിന്നെ മത്സരിക്ക രംഗത്ത് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് കാര്യം 10 വോട്ടെങ്കിൽ 10 വോട്ട് കൂടുതൽ പിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ചെയ്യാം. സംഘടന തീരെ ഇല്ലാത്ത, പ്രവർത്തിക്കാൻ ഒരു കൗൺസിലർ ഇവർക്ക് ജയിച്ചിട്ടുണ്ടായിരുന്നു. ആ കൗൺസിലർ തെരഞ്ഞെടുപ്പ് സമയത്ത് എന്നെ കാണാൻ പോലും കൂട്ടാക്കിയിരുന്നില്ല. അതായത് അത്രയേറെ അവരിൽ നിന്ന് 2020 ഈ തീരുമാനത്തിന് ശേഷം അകന്നു പോയവരാണ് എല്ലാവരും. ഇപ്പം മാങ്ങ ചാണകത്തിൽ വീണു എന്ന് പറഞ്ഞ് വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ട് പോയവരാണ് മത്സരിച്ച ഭൂരിഭാഗം പേരും. അപ്പൊ ഈ യാഥാർത്ഥ്യം ഞാൻ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പ്രവർത്തിക്കാൻ ഒപ്പം ആളില്ല. അല്ല, ഞാൻ 2020 വരണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിലേക്ക് വന്ന ആളല്ല. ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിന് തുടക്കത്തിൽ എനിക്ക് UDFന്റെ ഭാഗത്തു നിന്നുള്ള സാധ്യതകൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. ഐഷ പോറ്റിയുടെ അവിടുത്തെ വരവോട് കൂടിയിട്ടാണ് എൻ്റെ ആ സാധ്യതകളെ മങ്ങുന്നത്. സ്വാഭാവികമായി ഐഷ പോറ്റി വന്നപ്പോൾ അത് വരാനുണ്ടായ കാരണം എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടെ ഐഷ പോറ്റിയെ മത്സരിപ്പിച്ച് ആ സീറ്റ് ജയിപ്പിക്കുക എന്നതായിരുന്നില്ല അവിടുത്തെ ലക്ഷ്യം. പകരം മറ്റു പല ഉദ്ദേശങ്ങളുമായിരുന്നു. ഞാൻ വരുന്നത് തടയുക എന്നുള്ള ചില ഉദ്ദേശങ്ങൾ കൂടിയായിരുന്നു. അപ്പം ഞാൻ കരുതി അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ഞാൻ പണ്ടും എൻ്റെ നാട്ടിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച എനിക്ക് കിട്ടിയൊരു അവസരമാണ് 2020 വഴി കൊട്ടാരക്കരയിൽ സ്വതന്ത്രനായി തന്നെ മത്സരിക്കുക. അപ്പോൾ NDAയുടെ, അതായത് BJPയുടെ വോട്ടും ഒരു സ്വതന്ത്രനായി ലഭിക്കുന്ന വോട്ടുകളും കോൺഗ്രസിനുള്ളിലുള്ള വിള്ളലുകളിൽ നിന്ന് പിടിച്ചെടുക്കാൻ കഴിയാവുന്ന വോട്ടുകളും അതുപോലെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനം, പ്രത്യേകിച്ച് CPMനുള്ളിലൊക്കെ എല്ലായിടത്തും പടലപ്പിണക്കങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. 40,000-ഓളം വോട്ട് കൊട്ടാരക്കരയിൽ BJPക്ക് അടിസ്ഥാനമായിട്ട് രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും കിട്ടിയതുമാണ്. പക്ഷേ നിയമസഭയിൽ അവർക്ക് 20,000-നും 22,000-നും ഇടയിൽ വോട്ടുകൾ ലഭിച്ചിരുന്നുള്ളൂ. ഞാൻ കരുതിയത് ആ BJPയുടെ വോട്ട്, അതായത് ഒരു അടിസ്ഥാനപരമായി അവർക്ക് കിട്ടേണ്ട വോട്ടുകളിൽ നിയമസഭയിലേക്ക് എത്തിക്കാൻ പറ്റുന്ന വോട്ടുകളെ നിയമസഭയിലേക്ക് എത്തിച്ചാൽ അഡീഷണൽ എനിക്ക് വ്യക്തിപരമായി നേടിയെടുക്കാൻ കഴിയാവുന്ന വോട്ടുകളും കോൺഗ്രസിനുള്ളിലെ വിള്ളലുകളുമൊക്കെ മുതലെടുത്ത് കഴിഞ്ഞാൽ അത് 50,000-ലേക്ക് എത്തിച്ചാൽ ഒരുപക്ഷെ മത്സരം 3-1 ജയിക്കാൻ കഴിയും, കുറഞ്ഞ പക്ഷം 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയും. ഈ ഒരൊറ്റ കാരണം മുൻനിർത്തി മാത്രമാണ് ഞാൻ 2020 ചേരുന്നത്. പക്ഷേ 2020 ഞാൻ ചേർന്നതിന് ശേഷം ഞാൻ ഫെബ്രുവരി 11 ചേരുന്നതെങ്കിൽ ഫെബ്രുവരി 21 രശ്മി വരുന്നത്. രശ്മിയെയും ബുദ്ധിപരമായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സാധ്യതകളെ അവിടെ അടച്ചതാണ്. അതിനുശേഷം തൃപ്പൂണിത്തറ സീറ്റ് BJPയുടെ മറ്റൊരു A ക്ലാസ് മണ്ഡലം എനിക്ക് നൽകാമെന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത് എന്നെ കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അവർക്കറിയാവുന്നതാണ്. അതുകൊണ്ട് പകരം ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മറ്റൊരു മണ്ഡലം കൊടുക്കാം. അതുകൊണ്ടാണ് 2020 കിട്ടത്തില്ല, എന്തിന് 2020 കൊടുത്തു എന്നൊക്കെ പലരും ചോദിക്കുന്ന സമയത്തും 2020 ആ സീറ്റ് കിട്ടാനുണ്ടായ കാരണം എനിക്ക് നൽകിയ വാക്ക് പാലിക്കപ്പെടാതെ പോയി എന്നുള്ള രാജീവ് ചന്ദ്രശേഖർ കൂടി ചിന്തയായിരുന്നു. അതിനുശേഷം തൃക്കാക്കരയിലേക്ക് എന്നെ ബോധപൂർവ്വം നിർത്തിയത് തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ഭാവി മുന്നോട്ടൊരു പോക്കുണ്ടാവാൻ പാടില്ല. കാര്യം തൃക്കാക്കരയിൽ BJPക്കും സംഘടനാപരമായി ദൗർബല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു കൗൺസിലർ പോലും ഇല്ല, ഒരു കൗൺസിലർ പോലും BJPക്കില്ല. തുടക്കത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ കുറച്ചു മുമ്പ് നിങ്ങളുള്ള സമയത്ത് തന്നെ ഞാൻ വായിച്ചു. മാർച്ച് 15 തന്നെ ഞാൻ സാബു ജേക്കബിന് മെസ്സേജ് അയച്ചത് എനിക്ക് പറ്റിയ വലിയൊരു തെറ്റ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് തന്നെ മാർച്ച് 15 അയച്ച മെസ്സേജ് നിങ്ങൾ വരുന്നതിന് മുമ്പേ ഞാനിവിടെ എൻ്റെ ഫോൺ അവിടെ ഇരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാം.
അതായത് ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ചർച്ചകളുണ്ടായി, വലിയ ബഹളങ്ങളുണ്ടായി. ഞാൻ ഓഫീസിൽ വെച്ച് ഞാൻ വലിയ ഷൗട്ട് ചെയ്യുന്നൊരു സാഹചര്യം വന്നു. ഞാൻ ഷൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളെല്ലാം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളെ കൊണ്ട് കുഴിയിൽ ചാടിച്ചതിന് ശേഷം തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞു നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ട് ഞാൻ സൂയിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. ഇങ്ങനെ വരെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർ ഒരു രീതിയിലും, കാര്യം പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം മാത്രമാണ്. പുള്ളിയുടെ കമ്പനിക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നടത്തണം. 19 സീറ്റിൽ എന്തിനാണ് 2020 മത്സരിച്ചെന്ന് പലരും ചോദിക്കും. BJP-ക്കാർ തന്നെ ചോദിക്കും എന്തിനാ 19 സീറ്റ് 2020 എന്താ അടിസ്ഥാനം? 19 സീറ്റിൽ മത്സരിച്ചെങ്കിൽ 19 സീറ്റിൻ്റെ കണക്ക് പറഞ്ഞ പൈസ മേടിക്കാൻ പറ്റും. അതിൽ തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോഴത്തേക്ക് A ക്ലാസ് സീറ്റുകളാണെന്ന് പറഞ്ഞിട്ട് അഡീഷണൽ പേയ്മെന്റ് മേടിക്കാൻ പറ്റും. അങ്ങനെ ഒരു പേയ്മെന്റ് വാങ്ങിയതിനു ശേഷം ഞാൻ എന്തിനാണ് ആ പഴിയും കേട്ട് കിടക്കുന്നത്? 2020 പണം BJP സംഘടനാപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ചെലവ് ആദ്യ സമയത്ത് ഏപ്രിൽ 2-ാം തീയതി ഈ EVM-ന്റെ ഷോറൂമിൽ നിങ്ങൾ പോയി ചോദിക്കും. ഞാൻ മേടിച്ച BMW ബൈക്ക് ഒറ്റ വർഷത്തിനുള്ളിൽ ഞാൻ കൊടുത്തു. 20 ലക്ഷം രൂപ ചെലവാക്കിയ ഒരു ബൈക്ക് ഒരാൾ 10 ലക്ഷം രൂപയ്ക്ക് കൊടുക്കണമെങ്കിൽ പൈസയുടെ ആവശ്യം ഉണ്ടായിരിക്കും. അല്ലാണ്ട് എനിക്ക് തെരഞ്ഞെടുപ്പിനിടയ്ക്ക് ഞാനത് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത്രയും പൈസ ചെലവാക്കി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെലവാക്കിയ പൈസ എനിക്ക് ഇവർ തിരിച്ചു നൽകിയത്. ചെലവാക്കിയ പൈസ എല്ലാം തിരിച്ചു നൽകി കേട്ടോ. അല്ലാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നഷ്ടം വരുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. പോലും സാമ്പത്തിക തിരിമറിയും അല്ല, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ആ ഘട്ടത്തിലാണ് ഈ പറയുന്നത് BJP ഇത്തരത്തിൽ സാബു ജേക്കബിന് പൈസ കൊടുത്തിട്ടുണ്ട് ഓരോ സീറ്റിനും. അപ്പോൾ സ്വാഭാവികമായിട്ടും 19 സീറ്റിലും അത് സ്വാഭാവികം. അപ്പൊ അത് ഉപയോഗിച്ചിട്ടില്ല എന്നാണോ പറയുന്നത്? പല മണ്ഡലങ്ങളിലും ഇപ്പം പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് തുടക്കത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥിക്കുണ്ടായ കാര്യങ്ങൾ, കാര്യം എൻ്റെ മാനേജർ പത്തനാപുരംകാരനാണ്. പത്തനാപുരത്ത് പഴയ, അതായത് ഭീമൻ രഘു മത്സരിച്ച സമയത്ത് തെരഞ്ഞെടുപ്പിനൊപ്പം അന്നത്തെ യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് വ്യക്തിപരമായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്താണ് പത്തനാപുരം മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥിക്ക് സംഭവിച്ചെന്ന് അവിടെ നിന്ന് പേഴ്സണലി എനിക്കറിയാം. മറ്റു പല പ്രദേശത്തെ അറിയാം. അഞ്ജലി എന്നോട് പല കാര്യങ്ങളും പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അഞ്ജലിക്കൊന്നും അതെ മേ ബി ആകാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ വന്നതിന് ശേഷമാണ്, ഞാൻ വന്നതുപോലും ഒരു തരത്തിൽ ബുദ്ധിപരമായ കൊടുക്കായിരുന്നു. കാരണം എന്നോട് പറഞ്ഞിരുന്നത് അഖിൽമാരാരും രാജീവ് ചന്ദ്രശേഖറും സാബു ജേക്കബും ചേർന്നിരിക്കുന്ന ഒരു പ്രസ് മീറ്റിൽ അഖിലിന്റെ പേരും മണ്ഡലവും അനൗൺസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അഖിലിനെ ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഒട്ടാരക്കര അപ്പോൾ ഇത് ചെയ്തത് എന്താണ്? എന്നെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പുള്ളി 2020 ചേർന്ന് ഞാൻ അനൗൺസ് ചെയ്തു. പിന്നെ നമ്മൾ പെട്ടുപോയില്ലേ? നമ്മൾ അതുവരെ സ്വന്തമായിട്ട് നിന്ന ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയ പാർട്ടിക്കാരനായിട്ട് വാർത്തകൾ മുഴുവൻ കയറി കഴിഞ്ഞാൽ പിന്നെ അതിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പെട്ടെന്ന് അവിടെ വന്നിരുന്ന് നിഷേധിക്കാൻ പറ്റും? ഒന്നും പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ തോക്കാൻ വേണ്ടി മത്സരിക്കാൻ പറ്റുമോ? ഒരു ജയസാധ്യതയില്ലാത്തൊരു മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ പ്രവർത്തകർക്കെങ്കിലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവണ്ടേ? പ്രത്യേകിച്ച് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഇവരെ കൊണ്ട് ചക്കയ്ക്ക് കുത്തണം. അപ്പം പരമാവധി ആത്മവിശ്വാസം കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ അവരെ കൂട്ടിയിണക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും ഇല്ലായിരുന്നു കേട്ടോ. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസ് പോലും NDAക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഇല്ലെങ്കിൽ അത് തൃക്കാക്കരയിൽ ഞാൻ മത്സരിച്ച മണ്ഡലത്തിലായിരുന്നു. ഇവിടെ ഇപ്പം ജയിക്കുന്ന ഒരു സാധ്യതയില്ല. എന്നെ ജയിപ്പിക്കുക തോൽപ്പിക്കുക, നമ്മളിപ്പം NDAയുടെ നമ്മൾ മത്സരിക്കുന്ന വ്യക്തികളല്ലല്ലോ. അഖിൽമാരാരെന്ന് പറയുന്ന വ്യക്തിയല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. 3 രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ആ രാഷ്ട്രീയ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ എനിക്ക് മാന്യമായ രീതിയിൽ മത്സരിക്കാനുള്ള ഒരു അവസരം നൽകണമായിരുന്നു. അതായത് എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനും വളർത്തിക്കൊണ്ട് വന്നതല്ല. ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തടത്ത് നിന്ന് ഒരുവിധം ഓടിയെത്തി അതിലൂടെ ഉണ്ടാക്കിയെടുത്ത ഇഷ്ടമാണ്. ജനങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടത് എന്നിലുള്ള സത്യസന്ധത കണ്ടിട്ടാണ്. ആ സത്യസന്ധത ഞാൻ വെറുതെ കളഞ്ഞത്. ഇപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും എന്താ BJP-യിൽ പോകാഞ്ഞത്? BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടല്ല. BJP മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ ദേശീയ ബോധം എന്ന ആശയത്തിൽ പൂർണ്ണമായും എനിക്ക് ഉറച്ചു നിൽക്കാൻ പറ്റില്ല. കാര്യം എനിക്കൊരു ഇതര സമുദായത്തെയും വെറുപ്പിച്ച് സംസാരിക്കാൻ എനിക്കറിയില്ല. ഇതര സമുദായമായാലും സത്യം എവിടെയാണോ അവർക്കൊപ്പം നിന്ന് സംസാരിക്കാൻ എനിക്ക് പറ്റും. ഞാൻ നാളിതുവരെ ഒരു വർഗീയ സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞിട്ടില്ല. പക്ഷേ ശരികൾ സംസാരിക്കുമ്പോൾ നമ്മളെ വർഗീയവാദിയാക്കുന്ന പരിപാടി, ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണ്ടും ചെയ്യുന്നത്. ഞാൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്. എൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയ്തികളെ ശക്തമായി വിമർശിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഞാനൊരു വർഗീയവാദിയല്ല. എനിക്ക് അങ്ങൊരു ചാപ്പ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അടിച്ചു തരികയും വേണ്ട. പക്ഷേ 2020 ഞാൻ മത്സരിക്കുമ്പോൾ ഒരു സ്വതന്ത്രനാണ്, മതേതര മൂല്യമുള്ള ഒരാളാണ്. ഈ ബോധം എന്നിലുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. മത്സരിച്ചു, പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും പിന്നീടുള്ള രാഷ്ട്രീയ പ്രവർത്തനമൊന്നും കണ്ടില്ല. കാണാൻ ഞാൻ മത്സരിച്ച് കഴിഞ്ഞിറങ്ങിയ ആദ്യ ദിവസം ഞാൻ അദ്ദേഹത്തിന് അയച്ച മെസ്സേജ്, സാർ ധൈര്യമായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാം. 2020 കൊല്ലം ജില്ലാ പ്രസിഡന്റ് ആക്ക്. സാധാരണ ഒരു സെലിബ്രിറ്റി പ്രൊഫൈലിൽ നിന്ന് അത്യാവശ്യം വരുമാനത്തോട് ജീവിക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വന്നാൽ അയാൾക്ക് എന്തെങ്കിലും ബോർഡോ മറ്റു കാര്യങ്ങളോ അങ്ങനെ പലതും ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെയല്ല ചോദിച്ചത്. 2020 പോലത്തെ സംഘടനയൊന്നുമില്ലാത്ത കൊല്ലം ജില്ലയിൽ പോലും ഇവർക്ക് ആളില്ല. ആ ആളില്ലാത്ത സ്ഥലത്ത് ജില്ലാ പ്രസിഡന്റ് ആക്കി എന്നെ വെച്ചാൽ ഞാൻ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താമെന്നാണ് പറഞ്ഞത്. മറുപടി ഇട്ടിട്ടില്ല.
ദാ ഈ വീട് വെച്ച് കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു, നല്ല കാര്യം അഖിലേ എന്ന മറുപടി ഇട്ടിട്ടില്ല. പ്രവർത്തനത്തിൽ ഒരു കിഡ്നി ഫെയിലിയർ ആയ ഒരു പയ്യനുണ്ട്, നമ്മളെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വന്ന കിഡ്നി ഫെയിലിയർ ആയ ഒരു പയ്യൻ്റെ കാര്യം ഞാൻ മെസ്സേജ് അയച്ചു, ഒരു മറുപടിയില്ല. വിജയ് അവിടെ തമിഴ്നാട്ടിൽ ജയിച്ചെന്നും കേരളത്തിൽ വിജയ് ഫാൻസിൻ്റെ നേതൃത്വത്തിലും അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായതുകൊണ്ട് തന്നെ കേരളത്തിലെ നിഷ്പക്ഷർ ഒരുപക്ഷെ ടി വിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ സംഘടനാ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഒരു മീറ്റിംഗ് നടത്തിയിട്ടില്ല, ഇടയ്ക്കെന്തോ ഒരു സൂം മീറ്റിംഗ് അങ്ങോട്ട് നടത്തി സ്ഥാനാർത്ഥികളുടെ. സൂം മീറ്റിംഗ് നടത്തുമ്പോൾ സാബു ജേക്കബ് വരത്തില്ല. സാബു ജേക്കബ് അഞ്ജലിയെ വിളിച്ചതായിട്ട് അഞ്ജലി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, ഒരു മെസ്സേജിന് റിപ്ലൈ അയച്ചിട്ടില്ല. പുള്ളിക്ക് പുള്ളിയുടെ കാര്യം നോക്കി നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചൂടെ? ഇത് അത് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിലപേശുകയോ അദ്ദേഹത്തിന് പണം കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാവും, അതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമാണ്. എന്തിനും എന്നെ അതിനകത്ത് കൊണ്ടിട്ടു? പുള്ളിയുടെ ഉദ്ദേശം രാഷ്ട്രീയമായിരുന്നില്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതായിരുന്നില്ല, മുന്നോട്ട് പോകുക ആയിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തിനു ഞങ്ങളെ ചതിച്ചു? ഞാൻ എനിക്കുണ്ടായിരുന്ന വരുമാനങ്ങളെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് എനിക്കുണ്ടായിരുന്ന 2 സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയിട്ട് സിനിമ ചെയ്യാതെ ഞാൻ മാറ്റിവെച്ച് എന്തുകൊണ്ടാണ്? എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഈവൻ ഏഷ്യാനെറ്റിൽ പോലും ഞാൻ ചില എതിരഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അഖിൽ നമ്മുടെ വിന്നറായിരുന്നു, ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ അഖിലിനെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ അഖിൽ എന്താണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ സംസാരം? അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ സാർ ഒന്നും കൊണ്ടല്ല, എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം, അപ്പോൾ ഞാൻ എന്തിനാണ് ചാനലിൽ സൂചിപ്പിച്ച് നിൽക്കുന്നത്? ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ ലക്ഷ്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിനൊരു അവസരം നൽകുന്ന വ്യാജേന നമ്മളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ 2.5 മാസമായിട്ടോ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 2.5 മാസമായിട്ട് സംസ്ഥാന സർക്കാരിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. ഒരു അഭിപ്രായം സാബു ജേക്കബ് പറഞ്ഞ് നിങ്ങൾ കണ്ടോ? കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ആളിക്കത്തിയ പ്രക്ഷോഭം ഡൽഹിയിൽ നടന്നു, ഒരു അഭിപ്രായം പറഞ്ഞുകൊണ്ടോ? എനിക്ക് പറയാവുന്ന അഭിപ്രായം ഞാൻ അവിടെയും പറഞ്ഞു, അതെല്ലാം വ്യക്തിപരമായിട്ട് പറഞ്ഞതാണ്. അത് നാളെയും പറയാം. അതെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2018 ഒരു റൈറ്റപ്സ് എഴുതിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ഇതിങ്ങനായിരുന്നു, പവർ ഓഫ് സോഷ്യൽ മീഡിയ എന്നുള്ളതായിരുന്നു. അതായത് വളർന്നു വരുന്ന യുവാക്കളുടെ ശബ്ദം ഭരണാധികാരികളെ കൊണ്ട് മാറി ചിന്തിപ്പിക്കാനുള്ളൊരു അവസരം ഈ ഭാവിയിൽ ഉണ്ടാക്കും. അത് അന്ന് ശ്രീജിത്ത് തിരുവനന്തപുരത്ത് ഒരു സമരം ചെയ്ത സമയത്ത് എഴുതിയതാണ്. ഏറെക്കുറെ ഈ അടുത്ത സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതൊക്കെ തന്നെയാണ്. ഇന്ന് എനിക്ക് മനസ്സിലായി, നമ്മുടെ രാഷ്ട്രീയം പറയാൻ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാൻ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ അതിനെ അനുകൂലിക്കാനും നമ്മൾ പറയുന്നത് തെറ്റാണെങ്കിൽ അതിനെ എതിർക്കാനും ഇവിടെ വളർന്നു വരുന്ന ചിന്തിക്കുന്ന ശേഷിയുള്ളൊരു തലമുറയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ എനിക്കൊരു രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. CJP എന്ന് പറയുന്ന കാഴ്ചപ്പാടിനോടൊന്നും എനിക്ക് അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു യോജിപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇന്നലെ വരെയും ഞാനിപ്പോൾ കഴിഞ്ഞ 8 വർഷമായി ഞാനിവിടെ സംസാരിച്ചത് ഞാൻ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ്. ആ സ്വതന്ത്ര അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ CJP എന്ന് പറയുന്നത് ഒരു കോസിലുണ്ടായതല്ല. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു അടിസ്ഥാന കോസ് ഉണ്ടാവണം. ഇതിപ്പം നമ്മുടെ ഇവിടുത്തെ അടിസ്ഥാന കോസ് എന്ന് പറയുന്നത് നമ്മുടെ സുപ്രീം കോടതി ജസ്റ്റിസിൻ്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നാണ്. ഇനി ഇതിനകത്തൊരു സംഘടനയാവണം. സംഘടനയാകുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അവരടിച്ചു പിരിയാതെ മുന്നോട്ട് പോകണം. ഇത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് CJP അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആയിട്ട് മാറിയിട്ടില്ല. അത് ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് എന്ന് മാത്രമേ നമുക്ക് പറയാം. ആ മൂവ്മെൻറ്റിനെ തുടർന്ന് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, DYF ഇപ്പം KSU വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത്? എന്താ അത് വിദ്യാർത്ഥികളുടെ സമരമായിട്ട് ആരും കാണാത്തത്? SFI വിദ്യാർത്ഥികൾക്ക് വേണ്ടിയല്ലേ സമരം ചെയ്യുന്നത്? എന്താ അത് വിദ്യാർത്ഥികളുടെ സമരമായി ആരും കാണാത്തത്? അപ്പം അതിനെല്ലാം രാഷ്ട്രീയമുണ്ട്. CJPക്ക് നാളെ രാഷ്ട്രീയം വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും കൂടെ പോയിരിക്കത്തില്ല. കാര്യം SFI സമരം ചെയ്ത KSUവിലെ വിദ്യാർത്ഥി പോയിരിക്കത്തില്ല, ABVPയിലെ വിദ്യാർത്ഥി പോയിരിക്കത്തില്ല. CJP ഒരു രാഷ്ട്രീയ പാർട്ടി ആവാത്തത് കൊണ്ടാണ് ഈ ബാക്കിയുള്ള സകല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവിടെ പോയിരുന്നത്. അതുകൊണ്ടാണ് അതിന് ആ ഉന്നയിച്ച വിഷയവും മെറിറ്റ് ഉണ്ടായിരുന്നു. വിഷയത്തിൻ്റെ മെറിറ്റ് കൂടിയാണ് അതിന് നീതി ലഭിക്കാനുള്ള കാരണം. ഈ അഖിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്വാഭാവികമായിട്ടും മറ്റ് സ്ഥാനാർത്ഥികൾ ആരും ഉന്നയിക്കാത്ത എന്താ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു അല്ല. ഇപ്പം ഈ മറ്റ് സ്ഥാനാർത്ഥികളെന്ന് പറയുന്നത് എന്നെ പോലെ ബാധ്യത അനുഭവിക്കുന്നവരിൽ അഞ്ജലി മാത്രമേ ഉള്ളൂ. കാരണം മറ്റുള്ളവരൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അവർക്ക് എന്താ നഷ്ടപ്പെടാൻ? ഇതിലെല്ലാ നഷ്ടങ്ങളും പേരേണ്ടി വരുന്ന ഒരാൾ ഞാനാണ്. ഇപ്പോൾ പേളിമാണിക്ക് 4 ലക്ഷം ഫോളോവേഴ്സ് പോയെന്ന് വെച്ചാൽ എനിക്കും പോയിട്ടുണ്ട് 10-70,000 ഫോളോവേഴ്സ്. ഈ ഫോളോവേഴ്സ് ഇപ്പോൾ ഞാൻ ബിഗ് ബോസിൽ പോകുമ്പോൾ എനിക്ക് 1000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ആ 1000 പേരുമായിട്ട് പോയി ജയിച്ചവനാണ് ഞാൻ. എനിക്ക് ഫോളോവേഴ്സോ നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊന്നും എൻ്റെ വിഷയമല്ല. പക്ഷേ ഇഷ്ടപ്പെടുന്ന ഒരാൾ തെറ്റിദ്ധരിച്ച് വെറുക്കേണ്ടി വരുന്നൊരവസ്ഥ, നമ്മളെ വിളിക്കുന്ന പല പരിപാടികളിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും എന്നെ ഒരു വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടും ഒഴിവാക്കുന്ന അവസ്ഥ. ഞാൻ ദുബായിൽ പോയ സമയത്തും മറ്റുമൊക്കെ ഇതൊക്കെ എനിക്ക് കേൾക്കേണ്ടി വരുന്നൊരവസ്ഥ. അപ്പോൾ ഞാനിത് കേൾക്കാം, ഞാൻ തയ്യാറാണിത് കേൾക്കാൻ. പക്ഷേ ഇതൊക്കെ കേൾക്കാൻ കാരണക്കാരനായ ഒരാൾ സുഖിച്ച് ഒരക്ഷരം മിണ്ടാതെ അപ്പുറത്ത് നിൽക്കുകയാണ്, ഒരു മറുപടി തരാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ വിളിച്ചൊന്ന് സമാധാനിപ്പിക്കാതെ നിൽക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത കാര്യങ്ങൾ പറയാതെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തിനാണിത് കേൾക്കേണ്ട കാര്യം? അഞ്ജലിക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അഞ്ജലി എന്നോട് പലപ്പോഴായിട്ട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അഞ്ജലി പോകുന്നിടത്തെല്ലാം ഈ സാമ്പത്തിക ഇതിൻ്റെ ആയുമായി ബന്ധപ്പെട്ട് അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട്. അഞ്ജലിക്കും 5 പൈസയൊന്നും ആരും കൊടുത്തിട്ടില്ല. തൃപ്പൂണിത്തുറ സീറ്റിൽ ഒരു പക്ഷേ ചില പൈസ ചിലവഴിച്ചപ്പോൾ ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്, പോസ്റ്റർ അടിച്ചിട്ടുണ്ട്, പലതും പ്രോപ്പറായിട്ട് ഒട്ടിയിട്ടുമില്ല, പലതും പ്രോപ്പറായിട്ട് എത്തിയിട്ടുമില്ല. പക്ഷേ എന്നാലും ഇതൊക്കെ അവർ അടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ പൈസകൾ അവർ ചിലവാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് എനിക്ക്
അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെലവുകൾ ഞാൻ തുടക്കത്തിൽ ചെയ്ത ചെലവുകളുടെ ഞാൻ ചിലവാക്കിയ പൈസകൾ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 2 പേരായിരുന്നു 2020 വേണ്ടി എൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഒരു നിയോജക മണ്ഡലത്തിൽ മൊത്തത്തിൽ ഫുൾ ടൈമറായിട്ടുണ്ടായിരുന്നു 2 പേർ. ഇവിടെ തൃപ്പൂണിത്തുറയിലെ തൃക്കാക്കരയിൽ ഒരു കൗൺസിലർ 2020 ജയിച്ചിട്ടുണ്ടായിരുന്നു. അവരാദ്യം എന്നെ കാണാൻ പോലും ഒന്നും കൂട്ടാക്കില്ല. പിന്നീട് പലതും പറഞ്ഞ് സംസാരിച്ച് പേരിനൊന്നും പോയി കണ്ടതല്ലാതെ ഒരു ദിവസം പോലും അവർ ഒരാളോട് പോലും അവർ വോട്ട് ചോദിച്ചിട്ടില്ല. ഇവർക്ക് വേണ്ടി മത്സരിച്ച ഒരാൾ പോലും നമുക്ക് വേണ്ടി മത്സരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിട്ടില്ല. ഒരു മണ്ഡലം കമ്മിറ്റി ഓഫീസില്ല. ഒരു 4 പേരെ ഒന്ന് വിരുത്തി സംസാരിക്കും. ഹോട്ടലിലാണ് നമ്മൾ പലരെയും കാണുന്നത്. നിങ്ങളിൽ പല ആൾക്കാരും എൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി ഹോട്ടലിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിലാണ്. എനിക്ക് വേണ്ടി കേരളത്തിൻ്റെ പല പ്രദേശത്തുനിന്നും വന്നിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ സഹോദരങ്ങൾ, അവരെ ഞാൻ ഹോട്ടലിൽ റൂം എടുത്ത് താമസിപ്പിക്കുകയായിരുന്നു. അവർക്ക് ഭക്ഷണം നമ്മൾ മേടിച്ചു കൊടുക്കുകയായിരുന്നു. വാഹനങ്ങളുടെ ചിലവുകൾ നമ്മൾ നോക്കുമായിരുന്നു. ഇങ്ങനെ ചിലവായ പൈസകൾ ഇവരെ തന്നതല്ലാതെ അതിൽ തന്നെ ഒരു പക്ഷേ കണക്കെടുത്ത് കഴിഞ്ഞാൽ അതിൽ കൂടി ഞാൻ ചിലവാക്കിയിട്ടുണ്ടാകും. പിന്നെ എന്തിനാണ് ഞാൻ ഈ പഴി കേൾക്കുന്നത്? ഇപ്പം ഞാൻ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തത് ബെൻസിൽ നടക്കുന്ന ചിലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എൻ്റെ അച്ഛന് ക്യാൻസറാണ്. അപ്പം ഞാൻ കൊച്ചിയിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് പലപ്പോഴും എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. ഈ യാത്രാ ചെലവുകൾ മുമ്പൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. 50,000 രൂപയോളം ഒരു പക്ഷേ ഒരു മാസം പെട്രോൾ അടിച്ച് തന്നെ കളയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് ഇലക്ട്രിക് വണ്ടി എടുത്താൽ ലാഭിക്കാം. അപ്പോൾ ഇലക്ട്രിക് വണ്ടി എടുത്തപ്പോഴും ഞാൻ കേട്ട വഴി എന്താ, മറ്റേ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഫണ്ട് കിട്ടിയത്. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ ഞാൻ സമർപ്പിച്ചേക്കുന്ന എൻ്റെ സാമ്പത്തിക എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 3 കോടി രൂപ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കണക്കുകൾ ഞാൻ കാണിച്ചത് 3 കോടി എന്നാണ്. എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഇപ്പോൾ ജീവിക്കാൻ വേണ്ടി എടുത്ത് ചെലവഴിക്കേണ്ട അവസ്ഥയായി മാറുന്നു. അതേസമയം തന്നെ എവിടെ ചെന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ 2020 നിന്ന് പണം കിട്ടിയതുകൊണ്ടാണ് കേൾക്കേണ്ടി വരുന്നു. ചോദിച്ച സീറ്റ് കിട്ടിയില്ല, തരാമെന്ന് പറഞ്ഞ സീറ്റ് നൽകിയില്ല, മറ്റൊരു സ്ഥലത്ത് കൊണ്ടിട്ട് ചതിച്ചതിന് ശേഷവും അവരുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ നമ്മളുടെ അടുത്ത് ഒരു മര്യാദ പോലും ഇത്രയും നാളായിട്ട് കാണിച്ചിട്ടുമില്ല. പിന്നെ ഞാൻ അവരെ ആ വിഴുപ്പ് എനിക്ക് പേറേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് സിനിമ ചെയ്യാൻ അറിയാം, എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം, എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നോക്കി ആരുടെയും സഹായമില്ലെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള ശേഷി എനിക്കുണ്ട്. ഞാൻ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. അതിൽ എനിക്ക് രാഷ്ട്രീയം പറയേണ്ടടുത്ത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയങ്ങൾ ഞാൻ സംസാരിക്കും. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ സ്വതന്ത്ര കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകും. ആ സ്വതന്ത്ര കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന സ്വീകാര്യത എനിക്ക് ഇന്നലകളിലും കിട്ടിയിട്ടുണ്ട്, നാളെയും കിട്ടും. പക്ഷേ ഞാൻ പറയുന്ന വിഷയത്തിൻ്റെ മെറിറ്റ് നഷ്ടപ്പെട്ടു പോകും. ഇപ്പം ഞാൻ ദുരിതാശ്വാസ നിധിക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ഇന്ത്യയുടെ പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചാൽ നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കും? സ്വതന്ത്രനായതുകൊണ്ടാണ് ആ വിശ്വാസം വരുന്നത്. അപ്പോൾ എനിക്കറിയാം ശരികൾക്ക് വേണ്ടി എനിക്ക് സംസാരിക്കുമ്പോൾ ഒന്നിൻ്റെയും ഭാരം എൻ്റെ മണ്ടയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പം ആ ചാപ്പ എൻ്റെ മണ്ടയിൽ അടിക്കാൻ പാടില്ല. ഞാനായി സംസാരിക്കും, എനിക്ക് ശരിയെന്ന് തോന്നുന്ന വിഷയം സംസാരിക്കും.